പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുപ്പീരിയർ അച്ഛ, ജോൺസൺ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. ആവർത്തിച്ച് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിക്കാൻ പറ്റുമോ നോക്കിയേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ആത്മാർത്ഥ ഉഷാറോടുകൂടി ചിരിച്ചേ ഹല്ലേലൂയ. കുലുങ്ങി കുലുങ്ങി ചിരിച്ചേ ഹല്ലേലൂയ. കസേരയൊന്നും മറിഞ്ഞു വിടാതെ നോക്കിയാ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ്. അത് നമ്മൾ അവസാനിപ്പിക്കുന്നത് അമ്മ ത്രേസ്യ. ഇനിയുള്ള ആഴ്ചകളിലെല്ലാം നമുക്ക് 10-14 ആഴ്ചകളോളം ഉണ്ട്. ഈ ആഴ്ചകളെല്ലാം അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു തുടർച്ചയെന്ന് വേണം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ തുടരുകയാണ്. പക്ഷെ അമ്മ ത്രേസ്യയിലൂടെയാണ് ഇനിയുള്ള യാത്രകൾ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചാണ്? ഈശോ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്ത് സംഭവിച്ചാലും സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്നത് എന്തായാലും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? രൂപാന്തരീകരണമാണ്. ഇന്ന് ആദ്യത്തെ പ്രഭാഷണത്തിൽ നമ്മളുടെ ബേബിച്ചേട്ടൻ അത് നമ്മളോടുമായിട്ട് തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈശോയെ ഞങ്ങളെ നയിക്കണമേ. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്താണ് ആ അവസ്ഥ? ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? നല്ല അവസ്ഥയാണ്, അല്ലേ? ആണോ? ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ആയിരിക്കുന്ന അവസ്ഥ നല്ല ഒന്നാന്തരം അവസ്ഥയാണെന്ന് പറഞ്ഞേ. നല്ല തരക്കേടില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും. തരക്കേടില്ല, നല്ല ഒന്നാന്തര അവസ്ഥയാണെങ്കിൽ വല്ലവരും ഇങ്ങോട്ട് വരുമോ? ഇല്ല എന്ന് കണ്ട. സത്യം പറഞ്ഞു. ഒന്നിനും ഒരു കുറവില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ? ഇപ്പൊ പഠിച്ചു അല്ലേ? ഒന്നിനും ഒരു കുറവില്ലെങ്കിലും അന്ന് പറഞ്ഞു, എനിക്ക് ഒന്നിനും ഒരു കുറവില്ലെന്ന്. ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് വന്നേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് ആയിരിക്കേണ്ട അവസ്ഥ. അത് ആയിരിക്കേണ്ട അവസ്ഥയുടെ പേരെന്താണ്? ഈശോ, യേശു എന്നാണ് നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥ. നമ്മളുടെ ഹൃദയത്തിന്റെ ഒരവസ്ഥയുണ്ട് ഇപ്പോൾ. ആ നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഈശോയുടെ ഹൃദയത്തിന്റെ അവസ്ഥ പോലെ ആകണം എന്നതാണ് നമ്മൾ ഈ ജൂലൈ മാസം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്. നമ്മൾ പറഞ്ഞു, ഒന്നാമതായി ഈശോയുടെ ഹൃദയം അഗാധമായ വിനയവും സൗമ്യതയുമുള്ള ഹൃദയമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയവും എങ്ങനെയുള്ളതാണ്? അഗാധമായ എളിമയും സൗമ്യതയുമുള്ള ഹൃദയമാണ്. ഒരു അഹങ്കാരവുമില്ല, ഒരു പൊങ്ങച്ചവുമില്ല.
അല്ലെ? പറഞ്ഞ എന്റെ ഹൃദയത്തിൽ ഒരഹങ്കാരവുമില്ല, ഒരു ദേഷ്യവുമില്ല, സൗമ്യത മാത്രമാണുള്ളത്, എളിമ മാത്രമാണുള്ളത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊന്ന് നോക്കി ഒന്ന് ചിരിച്ച. ഇപ്പൊ പറഞ്ഞത് കേട്ടാന്ന് ചോദിച്ച. ഹല്ലേലൂയ. കേൾക്കാതിരിക്കാൻ വേണ്ടി പലരും സ്വരം കുറച്ചാണ് പറഞ്ഞത്. ഓക്കെ. രണ്ടാമതായി ഈശോയുടെ ഗുണമാണ് അതിരറ്റ കരുണയും ദയയുമുള്ള ഹൃദയം. അതിലും നമുക്ക് സംശയമില്ല. ഏതിലാണ് സംശയമില്ലാത്തത്? അതിരറ്റ കരുണയും എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈശോയിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ദയ കരുണ എങ്ങനെയുള്ളതാണ്? അതിരറ്റ കരുണയാണ്, ഭയങ്കര ദയയാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വളർച്ച വേണം. മൂന്നാമതായി നമ്മൾ പറഞ്ഞു ആത്മപരിത്യാഗത്തിന്റെ ഹൃദയം. ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? ആത്മപരിത്യാഗം, എല്ലാം ത്യജിക്കാൻ, സ്വർഗം ത്യജിക്കാൻ, ഭൂമി ത്യജിക്കാൻ, എല്ലാം ത്യജിക്കാൻ, എന്നിട്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്ന രീതിയിൽ എല്ലാം ത്യജിക്കാൻ തയ്യാറുള്ളവനാണ് ഈശോ. നമ്മളും എന്ത് ത്യജിക്കാൻ തയ്യാറാണ്? ഒരു ടവല് പോലും. ഹല്ലേലൂയ. കിഡ്നി ത്യജിക്കണ്ട, ചട്നിയെങ്കിലും ഒന്ന് ത്യജിക്കാൻ പറ്റുമോ എന്നുള്ള. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മപരിത്യാഗത്തിന്റെ ഹൃദയം. നാലാമതായി നമ്മൾ പറഞ്ഞു വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിന്റെ ഹൃദയം. അപരന്റെ യോഗ്യത നോക്കിയിട്ടല്ല, ഒരു യോഗ്യതയും നോക്കാതെ വ്യവസ്ഥകളില്ലാതെയുള്ള സ്നേഹം. അഞ്ചാമതായി പാപപരിഹാരം ചെയ്യുന്ന ഹൃദയം. ഈശോയ്ക്ക് സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ഈശോയിൽ പാപമില്ലായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ തന്നെ പാപങ്ങളെ ഓർത്ത് പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഓർത്തും പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുപോലെ അഭയവും ആശ്വാസവും നൽകുന്ന ഹൃദയം. ഈശോയിൽ ആശ്വാസം കണ്ടെത്തുക, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുക. ഒടുവിൽ നമ്മൾ പറഞ്ഞു സമാധാനത്തിന്റെ ഉറവിടമായ ഹൃദയം. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അമ്മ ത്രേസ്യയിലേക്ക് തിരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ, അമ്മ ത്രേസ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, എങ്ങനെ ഈശോയെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നതായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ അമ്മ ത്രേസ്യയെ ആഘോഷിക്കുമ്പോൾ അമ്മ ത്രേസ്യ വിശുദ്ധയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അമ്മ ത്രേസ്യയെ വിശുദ്ധയാക്കിയ വഴികളുണ്ട്. ആ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ അമ്മ ത്രേസ്യയുടെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്തായിരുന്നു? ഈശോയെ എങ്ങനെ ആശ്വസിപ്പിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത എന്താണ്? നാവിറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത എന്താണ്? അച്ഛാ, എനിക്കൊരു സമാധാനവുമില്ല. അപ്പൊ എന്താണ് ചിന്ത? എനിക്ക് എങ്ങനെ ആശ്വാസം കണ്ടെത്താം. അച്ഛൻ ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈശോയെ ആശ്വസിപ്പിക്കാനാണോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണോ? പിന്നെ ഈശോയെ ആശ്വസിപ്പിക്കാൻ വണ്ടിക്കാശും കൊടുത്തു വരല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഈശോയെ ആശ്വസിപ്പിക്കും. പിന്നെ ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത് ഈശോയെ പിന്നെ അതിന്റെയും കൂടി കുറവുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ടീച്ചറെ? നമുക്കൊരാശ്വാസം കിട്ടണം. അതുകൊണ്ട് അച്ഛൻ ഇവിടെയുള്ള ശുശ്രൂഷകരോട് പറയാറുണ്ട്, ഇവിടെ വരുന്നവരാരെയും നിങ്ങൾ അതും ഇതും പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. അവര് തന്നെ വിഷമിച്ചാണ് വരുന്നത്, അല്ലേ? അതും ഇതും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്.
ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞു കൈയടിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ്? ആർക്ക്? പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് വ്യത്യാസം. എന്താണ് ആ വ്യത്യാസം? അമ്മത്രേസ്യയുടെ ചിന്ത മുഴുവൻ അമ്മത്രേസ്യക്ക് എങ്ങനെ ആശ്വാസം കിട്ടുമെന്നുള്ളതായിരുന്നില്ല. ഈശോയെ സ്വയം സഹിച്ചുകൊണ്ടും സ്വയം ത്യാഗമെടുത്തുകൊണ്ടും സ്വയം പീഡനമേറ്റുകൊണ്ടും ഈശോയെ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്നതായിരുന്നു അമ്മത്രേസ്യയുടെ ചിന്ത. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മത്രേസ്യ കണ്ടു മനുഷ്യരുടെ പാപങ്ങളും തണുപ്പൻ മനോഭാവവും ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായി അമ്മത്രേസ്യ കണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാപങ്ങൾ. നമുക്കറിയാം, പാപം ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. രണ്ട്, തണുപ്പൻ മനോഭാവങ്ങൾ. എന്താണ് തണുപ്പൻ മനോഭാവങ്ങൾ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയാൻ. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. അതിനു വേണ്ടിയാണ് അമ്മത്രേസ്യ കർമ്മലീത്ത സഭയെ നവീകരിച്ചത്. ഈ തണുപ്പൻ മനോഭാവം മാറണം, പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മോചനമുണ്ടാകണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ ഒന്നാം ഭാഗം പറയാൻ പോവുകയാണ്. ഈശോയെ വേദനിപ്പിക്കുന്ന മനുഷ്യന്റെ പാപങ്ങളെ കുറിച്ച്, ആ പാപങ്ങളും തണുപ്പൻ മനോഭാവത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇന്ന് തന്നെ പറയും ഈശോയ്ക്ക് വേദനയുണ്ടാക്കിയ ചില കാര്യങ്ങൾ, സാധിക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് ആശ്വാസം കൊടുത്ത ചില കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ബൈബിളിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത ആഴ്ച നമ്മൾ അമ്മത്രേസ്യയുടെ ജീവിതത്തിലൂടെ കൂടുതൽ കടന്നു പോകും. അപ്പോൾ ഒന്നാമതായി അമ്മത്രേസ്യ കണ്ടു മനുഷ്യന്റെ പാപങ്ങൾ ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. മനുഷ്യന്റെ പാപം എന്ന് പറഞ്ഞാൽ ആരുടെ പാപമാണ്? എന്റെ പാപം. നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തെങ്കിലും പാപം ഉണ്ടാവോ? ഉണ്ടോ? പക്ഷെ പലരും കുമ്പസാരിക്കുന്നത് സ്വന്തം പാപത്തെ കുറിച്ചല്ല, മറ്റുള്ളവരുടെ പാപത്തെ കുറിച്ച്. പ്രിയപ്പെട്ടവര്, നമ്മളിൽ പാപമുണ്ട്. നമ്മുടെ പാപങ്ങൾ ഈശോയെ വേദനിപ്പിക്കുന്നു. ഒരു ഉദാഹരണം നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. ചില ആളുകളുടെ ചിന്ത, നമ്മൾ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, കർത്താവിന് അതൊന്നും പ്രശ്നമല്ല എന്നാണ് ചിന്തിക്കുന്നത്. വചനം പറയാണ്, ഉൽപ്പത്തി 5-ഉം 6ഉം തിരുവചനങ്ങൾ വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. മനുഷ്യന്റെ ചിന്ത പ്രശ്നം, സംസാരം പ്രശ്നം, അവന്റെ വാക്കുകൾ, ഇതെല്ലാം ദുഷിച്ച് ഓരോ ദിവസവും കൊച്ചു വളരും തോറും കൊച്ചു മോശമായിട്ടാണല്ലോ വരുന്നത്. ഇല്ലേ? പഠിച്ച് കൊച്ച് എന്താണ്? കീഴ്പോട്ടാണ്. വളർന്നു വരുംതോറും കൊച്ചിന്റെ പോക്ക് തല കീഴോട്ടാണല്ലോ എന്ന് പറയുന്നത് പോലെ വളർന്നു വരുംതോറും പുണ്യം വളരുകയാണോ? ചില മക്കളെ കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞു, അച്ഛൻ ഇവൻ 8ാം ക്ലാസ് വരെ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ ഓൾട്ടർ ബോയ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നേച്ചതാ, എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നേച്ചതാ. ഇപ്പൊ ഞായറാഴ്ച പോലും പോകാൻ മടി. വളർച്ച എങ്ങോട്ടാണ്? കീഴ്പോട്ട്. പണ്ട് കൊച്ചായിരുന്നു വായിടുന്നതും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതും ഒക്കെ. ഇപ്പൊ കൊച്ച് വളർന്ന് പഠിച്ച് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോ വായയില്ല. വായയിൽ ഇരുന്നില്ലേലും കുഴപ്പമില്ല, സോഫയിലെങ്കിലും ഒന്ന് വന്നിരിക്കി പ്രാർത്ഥിക്കാനേ. താഴ്ത്തു ഇരിക്കുന്നില്ല, സോഫയിൽ ഇരിക്കുന്നില്ല. പ്രാർത്ഥനയൊക്കെ എത്തിച്ചോ, അധികം ഒച്ചയൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് മാതാപിതാക്കളോട്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ,
ഇനി ആ മുറിയിലിരുന്ന് കുറച്ച് കാര്യം ചെയ്യാണ്, ബഹളം ഉണ്ടാക്കരുത്. അപ്പോ വളർച്ച എങ്ങോട്ടാണ്? കീഴ്പോട്ടാണ്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചു എന്നതിന് പകരം ഇങ്ങനെ എഴുത്, കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഷ്ടത വർദ്ധിച്ചു, മക്കളുടെ പാപം വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തിന് ഇത് കണ്ടപ്പോ, മാതാപിതാക്കളായ നിങ്ങൾക്ക് മക്കളുടെ ഇതുപോലെയുള്ള ദൈവാന്വേഷണമില്ല, തോന്നിയതുപോലെയുള്ള ജീവിതമൊക്കെ കാണുമ്പോ സന്തോഷമാണോ സങ്കടമാണോ? സങ്കടമാണ് അല്ലേ? സങ്കടമാണ്. ദൈവത്തിന് എങ്ങനെയാണ്? സങ്കടമാണ്. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ്, അവിടെ ഒരു വാക്കുണ്ട്, പരിതപിച്ചു. ഇവനൊക്കെ ചോറ് കൊടുക്കുന്ന നേരത്ത് വല്ല വാഴ വെച്ചാ മതിയായിരുന്നെന്ന് സ്വയം തോന്നുകയാണ്, പുറത്ത് പറയുന്നില്ല. ഹല്ലേലൂയ. ഇല്ലേ? സങ്കടമുള്ളൊരു കാര്യമാണ്. ഇവനെയൊക്കെ ആണല്ലോ ഞാൻ തീറ്റി പൊറ്റിയതെന്ന് ചില നേരത്ത്, ഈ കൊച്ചിനാണല്ലോ ഞാൻ പാലൂട്ടിയതെന്ന് അമ്മക്ക് വിഷമത്തോടെ പറയേണ്ടി വരുന്നത് അച്ഛൻ കേട്ടിട്ടുണ്ട്. എന്റെ പാല് കുടിച്ചാണല്ലോ ഈ കുഞ്ഞു വളർന്നത്. എന്ത് ചെയ്യാം? അപ്പോൾ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വന്നത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അതാണ് വചനം. അപ്പോൾ മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ പാപം ചെയ്യുമ്പോൾ ആരുടെ ഹൃദയമാണ് വേദനിക്കുന്നത്? ഈശോയുടെ ഹൃദയം. അമ്മ ത്രേസ്യയുടെ കൺസേൺ എന്തായിരുന്നു? ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യണം? ഒന്നാമതായി പാപത്തിൽ നിന്ന് പിന്തിരിയണം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, ഈ വർഷത്തെ ഒരു നേർച്ചയുടെ ഒരു നിയോഗം മദ്യാസക്തിയിൽ നിന്നും ലഹരിയുടെ അഡിക്ഷനിൽ നിന്നുള്ള മോചനമാണ്. ആശുകൊണ്ടിരുന്ന ഈശോ പറഞ്ഞു ഒരു നിയോഗം കൂടെ അതിൽ ചേർക്കാൻ പറഞ്ഞു. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി കൂടെ ഈ വർഷം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ നിയോഗം കൂടെ ഒന്ന് കർത്താവിലേക്ക് സമർപ്പിച്ച് ഉച്ചത്തിൽ വിളിച്ച്, ഈശോയേ, ഈശോയേ. അപ്പോൾ അല്ലേ, പ്രാർത്ഥന എത്തിക്കുമ്പോ പോലും ഫോണും പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇനി സങ്കീർത്തനങ്ങൾ 78 സങ്കീർത്തനം 40 തിരുവചനം ഒന്ന് വായിക്കാം. 78 സങ്കീർത്തനം 40 തിരുവചനം എഴുതി വെക്കുന്നവർ എഴുതി വെച്ചു. അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടത്തോട് മത്സരിച്ചു. അതായത് ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി വാഗ്ദാന ദേശത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവം അവർക്ക് ആകാശത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് വെയില് കൊള്ളാതിരിക്കാൻ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വഴി കാണാൻ വേണ്ടി അഗ്നിസ്തംഭവുമായും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു കത്തുന്നു, മേഘമായി നിൽക്കുന്നു, പാറ പിളർന്ന് വെള്ളം കൊടുക്കുന്നു, ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അവർ കർത്താവിനോട് മത്സരിക്കുകയാണ്, കർത്താവിനോട് മറുതലിക്കുകയാണ്. ഒരപ്പനും അമ്മയും കൊച്ചുങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിക്കുമ്പോഴും ചില ദിവസം മക്കൾ എഴുന്നേറ്റ് വന്നിട്ട്
താൻ എന്തൊരു തന്തപ്പടിയാടോ എന്ന്, നിങ്ങൾ എന്ത് തള്ളയാണെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി, അപ്പന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. എന്നിട്ടും പിറ്റേ ദിവസം അപ്പൻ വെളുപ്പിനെഴുന്നേറ്റ് പണിക്ക് പോകുന്നു. അമ്മ വെളുപ്പിനെഴുന്നേറ്റ് ഈ ചോദ്യം ചോദിച്ച കുഞ്ഞിനിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. ആ കുഞ്ഞ് വീണ്ടും അമ്മയോട് ചോദിക്കുന്നു, തള്ളക്കൊന്ന് പോയി തരാവോ? അമ്മ വിളമ്പി വെച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ ജനത ഇതുപോലെ ദൈവം എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ദൈവത്തോട് മറുതലിക്കുകയാണ്. മരുഭൂമിയിൽ വെച്ച് എത്രയോ ഓട്ടം മത്സരിച്ചു, എത്രയോ പ്രാവശ്യം വിജനപ്രദേശത്ത് വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു അല്ലേ? മക്കള് മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുകയാണ്, കണ്ണീര് കുടിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ ആ വചനം ശ്രദ്ധിക്കാൻ കാരണം, ദൈവത്തിന് ദുഃഖമുണ്ടായി. ദുഃഖമില്ലാതിരിക്കാൻ അതൊരു കല്ല് പോലെയുള്ള ഹൃദയമല്ല. നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, കർത്താവിനെ അന്വേഷിക്കാതിരിക്കുമ്പോ, അവിടുത്തെ സ്നേഹത്തിലേക്ക് ഓടിയെത്താതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. ദൈവമെല്ലാം ചെയ്തു തന്നിട്ടും നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് തോന്നിയപ്പോഴേക്കും നമ്മൾ കർത്താവിനെ നിന്ദിച്ചത് അവിടുത്തെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുകയാണ്. നന്ദിയില്ലാതെ ജീവിക്കുന്നത് കർത്താവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുക. യെശയ്യായുടെ പ്രവചനം 63-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. യെശയ്യ 63:10. എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ വേദനിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് ദൈവത്തിന് ദുഃഖമുണ്ടാക്കാൻ കഴിയുമോ? നമുക്ക് ദൈവത്തിന് സങ്കടമുണ്ടാക്കാൻ കഴിയുമോ? കഴിയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ അമ്മ ത്രേസ്യയുടെ വേദനയുടെ ഒന്നാമത്തെ കാരണം ഇതാ, മനുഷ്യന്റെ പാപം മൂലം ഈശോയുടെ തിരുഹൃദയം വേദനിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, മനുഷ്യന്റെ തണുപ്പൻ മനോഭാവം. അവര് വലിയ പാപമൊന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ തണുപ്പൻ മനോഭാവമാണ്. ആരോട്? ദൈവത്തോട്. പ്രിയപ്പെട്ടവരെ, ചില കുടുംബങ്ങളിൽ ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വഴക്കില്ല. ഭർത്താവ് തല്ലുന്നുണ്ടോ? ഇല്ല. തെറി പറയുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ കുഴപ്പം? പക്ഷെ ഒരു സ്നേഹമില്ല. അയാൾ ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. അയാൾ ഒരു മുറി കിടക്കുന്നു, ഞാൻ വേറൊരു മുറി കിടക്കുന്നു. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഭക്ഷണത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഞാൻ വിളമ്പിപ്പോലും കൊടുക്കണമെന്നില്ല, പോയി കലത്തിന്ന് കോരിയെടുത്ത് കഴിച്ചോളൂ. ഇനി ഞാൻ വെച്ചില്ല എന്ന് വിചാരിച്ചോ, സ്വന്തമായിട്ട് വെച്ച് കഴിച്ചോളൂ. ഒരു പരാതിയില്ല. അപ്പോൾ ഒരു പരാതിയില്ല, ഒരു പരിഭവം ഇല്ല, ഒരു വഴക്കില്ല, ഒരു മാനസിക പീഡനം ഇല്ല എന്ന് പറയുന്നില്ല, ശാരീരിക പീഡനമില്ല. എങ്ങനെ ജീവിക്കാണ്? അടിപൊളിയല്ലേ? അതിലും നല്ലത് നരകത്തിൽ പോയി കിടക്കും. അവിടെ ഇത്തിരി ഒച്ചയും ബഹളമെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ഒച്ചയും ബഹളവും പോലും. രണ്ട് അനാഥ പ്രേതങ്ങള് ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കാം. ചില നേരത്ത് ഒരു മുക്കല് കേൾക്കാം, ചില നേരത്ത് ഒരു ചുമ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന്റെ അമ്മച്ചിയെ കുറിച്ച് ഒരു ആന്റി പറഞ്ഞാണ്, ഒന്നുമില്ലെങ്കിലും ആ അപ്പച്ചന്റെ എടി എൽസിയെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിളി കേട്ടാ മതിയല്ലോ കൊതിയാവുമെന്ന്.
ഹല്ലേലൂയ. ദേഷ്യപ്പെട്ടായിരിക്കും ചിലപ്പോ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയല്ല. അതാണ് ഈ തണുപ്പൻ മനോഭാവം എന്ന് പറയുന്നത്. മിണ്ടാതെ ഒന്നും പറയാതെ ഒന്നിരിക്കുന്നിടത്തല്ല സ്നേഹമുള്ളത്. ചിലപ്പോ വഴക്കുള്ള സ്നേഹം ഉള്ളിടത്താണ് എന്തുണ്ടാകുന്നത്? ഒരു സ്നേഹവും ഇല്ലാത്തടത്തുണ്ടല്ലോ ഒരു വഴക്കുണ്ടാകുന്നു. മിണ്ടിയാലല്ലേ പ്രശ്നമുള്ളു, മിണ്ടൂല്ല. ഒരു പ്രാവശ്യം ഒരു പെൺകുട്ടി കൊച്ചിനെയായിട്ട് വന്നിരിക്കുകയാണ്. 3.5 വയസ്സ് കൊച്ചിനായി. കൊച്ചു മിണ്ടുന്നില്ല. പ്രധാനം പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു, ഈ പ്രഗ്നൻസിയുടെ സമയത്ത് സംസാരം ഒന്നും ഉണ്ടായിരുന്നില്ലേ? അത് ഭർത്താവ് നാട്ടിലില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും മിണ്ടിയ ആ മിണ്ടുന്നതിനെ പിടിച്ച അമ്മായിയമ്മ ഭർത്താവിനോട് അവൾ അങ്ങനെ പറഞ്ഞടാ, അവൾ ഇങ്ങനെ പറഞ്ഞടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, മിണ്ടുന്നില്ല. മുറി കയറി വാതിലടച്ച് മിണ്ടുന്നില്ല. പ്രശ്നം തീർന്നല്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് ഭർത്താവിനോട് വിളിച്ച് പറയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും അവിടെ നിങ്ങോട് നീ എന്തിനാടി അങ്ങനെ പറഞ്ഞത്, നീ എന്തിനാടി ഇങ്ങനെ പറഞ്ഞത് ചോദ്യം. വിവരം കേട്ട ഭർത്താക്കന്മാര് അവിടെ നിങ്ങോട് വിളിച്ചു ചോദിക്കും. അപ്പോ പിന്നെ ഇവള് തീരുമാനിച്ച് മിണ്ടുന്നില്ല. ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയാവോ? കൊച്ചു ജനിച്ച് 3.5 വയസ്സായിട്ട് മിണ്ടുന്നില്ല. ഹല്ലേലൂയ. യെസ്, കം ബാക്ക്. തണുപ്പൻ മനോഭാവം. ഈ മനോഭാവം അച്ഛൻ കുടുംബജീവിതത്തിലെ തണുപ്പൻ മനോഭാവത്തെ കുറിച്ച് പറഞ്ഞത് നമ്മളുടെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലുള്ള തണുപ്പൻ മനോഭാവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നമ്മൾ മിണ്ടേണ്ടവനോടാണ് മിണ്ടേണ്ടത്. ഹല്ലേലൂയ. ഇല്ലേ, വീട്ടില് ഭർത്താവ് വഴക്കുണ്ടാക്കി എന്ന് വിചാരിച്ച് വേറെ ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു വരുത്തല്ല ചെയ്യേണ്ടത്. ഭാര്യയും ഭർത്താവും തമ്മില് ഒരിത്തിരി വഴക്ക്, അപ്പൊ തന്നെ വിളിക്കാം. രാത്രി 12 മണിക്ക് ഒന്നിങ്ങോട്ട് വരാവോ? ഹല്ലേലൂയ. അങ്ങനെ വിളി കേട്ട് കഴിഞ്ഞപ്പോ ഒരാള് വന്നു. അയാള് വന്നു കഴിഞ്ഞപ്പോ ഭർത്താവ്, താനെന്തിനാടോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ അയാൾക്കൊരു അറ്റാക്ക്. സമാധാനമായി. അയാൾ ഇനി ആരെ വിളിക്കുവാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തണുപ്പൻ മനോഭാവം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. ദൈവത്തോടുള്ള സ്നേഹം തണുത്തുപോകും. പലതരം ഉയർത്തി വെച്ചിട്ടുണ്ട് പറയാം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. ഇപ്പൊ നിങ്ങൾ തന്നെ ആവിലയിലേക്ക് വരുന്നത് ഒരു 10 പേര് ചോദിക്കാണ് നിങ്ങളോട്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾക്ക് ഇതിങ്ങനെ കുറെ കേട്ട് കഴിയുമ്പോ നമ്മളും വിചാരിക്കും അന്ന് ഇന്ന് പോണ്ട. ശരിയല്ലേ? ശരിയാണ്. ആ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. നമ്മളെ നോക്കി ഒരാൾ ചോദിക്കാണ്, നിങ്ങൾ ഈ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ. ശരിയാണല്ലോ ചേച്ചി, 2, 3, 5, 6 കൊല്ലം ആയില്ലേ അവിലേ പോകാൻ തുടങ്ങിയിട്ട്? കൊച്ചിന്റെ കല്യാണം നടന്നോ? ഇല്ല. പിന്നെ എന്തിനാ കെട്ടി? ഇനി പോണ്ടല്ലേ? കുറെ നാളായില്ലേ പോകാൻ തുടങ്ങിയിട്ട്? കടബാധ്യത മാറിയോ? ഇല്ല. പിന്നെ എന്തിനാ? പിന്നെ പോണ്ടല്ലേ? ഇതാ രോഗം മാറിയോ? ഇല്ല. എല്ലാ കാര്യമുണ്ടോ? അപ്പോ അധർമ്മം, ഇതിനെയാണ് അധർമ്മം എന്ന് പറയുന്നത്. ഈ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ എന്ത് സംഭവിക്കും? സ്നേഹം തണുത്തുപോകും. ഹല്ലേലൂയ. അപ്പൊ ഈശോ പറയാണ്, അത് സൂക്ഷിക്കണം. ഇതുപോലെ അധർമ്മം വർദ്ധിച്ച് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ തണുപ്പിക്കുന്ന ചില ദുഷ്ടാരൂപികൾ എവിടെയുണ്ട്?
ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ. എല്ലാവരും എടുത്തേ, വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ എടുത്തു വായിക്കാം. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു തണുപ്പും ഇല്ല, ഒരു ചൂടും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നീ മന്നോഷ്ണനാകിയാൽ എന്റെ വായിൽ നിന്ന് എന്നെ ഞാൻ തുപ്പിക്കളയും. ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു തീഷ്ണതയില്ല. ക്രിസ്ത്യാനി ആണോന്ന് ചോദിച്ചാ അതെ, ആണോന്ന് ശരിക്കും ചോദിച്ചാ അല്ല. നീ പള്ളി പോവോന്ന് ചോദിച്ചാ ഞാൻ പള്ളി പോവും. എപ്പോഴാ പോകുന്നു? എപ്പോഴെങ്കിലൊക്കെ പോകും. തണുപ്പോ ചൂടോ ഇല്ല. അതായത് വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതെ, ശരിക്കും വിശ്വാസത്തിൽ തീഷ്ണത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനെയാണ് ഈ തണുപ്പോ ചൂടോ ഇല്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ദിവസം ദൈവം നമ്മെ അങ്ങോട്ടെടുത്ത് തുപ്പിക്കളയും. ഈ തണുപ്പും ചൂടും ഇല്ലാത്ത ചില വെള്ളം കുടിക്കും വേണ്ടല്ലോ, നമുക്ക് എന്ത് തോന്നും? വായിൽ ഒഴിച്ചു കഴിയുമ്പോഴായിരിക്കും തോന്നുന്നത്. ഒറ്റ തുപ്പാൻ വെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചായയുടെ കാര്യം ഓർത്താ മതി. നിങ്ങൾ ആദ്യം ചായയിൽ പഞ്ചസാരയാണെന്ന് വിചാരിച്ച് ആദ്യം ഇട്ടത് ഉപ്പാണെന്ന് വിചാരിക്കുക. ആദ്യം അയ്യോ മാറിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട്, എന്നിട്ട് ഇളക്കി, എന്നിട്ട് ഭർത്താവിന് ചേട്ടാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു, കുടിച്ചു. എന്തായിരിക്കും അടുത്ത പ്രതികരണം? മനസ്സിലായില്ലേ? പറയണ്ടല്ലോ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് ഈ തണുപ്പും ചൂടുമില്ലാത്ത മന്ദീഭവിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തെ കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത സ്നേഹമെന്ന് വേണമെങ്കിൽ പറയാം. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക നിയമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വാക്കുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ പ്രവൃത്തിയില്ല. അവരുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്നോട് സ്നേഹമില്ല. ഇല്ലേ? ഒരു ഭർത്താവ്, ഇന്നും ഭർത്താക്കന്മാരെ കുറിച്ച് മാത്രം കുറ്റം പറയുന്നുള്ളൂ. ഹല്ലേലൂയ. ഒരു ഭർത്താവ് ഭാര്യയോട് ഭയങ്കര സ്നേഹം കാണിച്ചു. സ്നേഹം കാണിച്ചപ്പോ ഭർത്താവ് ഭാര്യ പറഞ്ഞു, അന്ന് വൈകുന്നേരം വരുമ്പോ ഇത്തിരി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണോളണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കാലത്ത് പറഞ്ഞ ചക്കര വാക്കുകളൊക്കെ എന്തായി? ഇതേ കിടക്കും. തിരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം ദൂരെയാണ്. നമ്മുടെ ഹൃദയം, നമ്മൾ അധരം കൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നുണ്ട്, ഹൃദയം എവിടെയാണ്? നമ്മൾ 1000 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചാലും നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈശോയെ എന്ന് വിളിച്ചത്? നമുക്ക് വേണ്ടിയാണ്. ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, അയാൾക്ക് അയാളുടെ കാര്യം നടക്കണമെന്ന് മാത്രമേ ആഗ്രഹം. നമ്മുടെ കാര്യം നടക്കണമെന്ന്, നമുക്കൊരു സന്തോഷം ഉണ്ടാകണമെന്ന്, നമുക്ക് ഒരു സമാധാനം ഉണ്ടാകണമെന്നൊന്നും ചിന്തയില്ല. അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അതാണ് അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം അകലെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനെയാണ് തണുത്ത സ്നേഹം എന്ന് പറയുന്നത്.
ഇതിനെയാണ് തണുത്ത സ്നേഹമെന്ന് പറയുന്നത്. ഒരു ഭാര്യ പറഞ്ഞു, ഞാൻ ചിലപ്പോ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലായിരിക്കുന്ന സമയത്താണ് ഭർത്താവിന് ജോലിക്ക് പോകേണ്ടത്. ചിലപ്പോ 10-11 മണി ഒക്കെ ആയി. അപ്പോഴും ഞാൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോ ഭർത്താവ് വന്നിട്ട് ഭയങ്കര സ്നേഹം കാണിക്കും. അപ്പൊ ഞാൻ എഴുന്നേക്കും. അദ്ദേഹത്തിന്റെ സ്നേഹം കണ്ടു കഴിയുമ്പോ സന്തോഷം, ക്ഷീണമൊക്കെ മറന്ന് എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിയുമ്പോ പുള്ളിക്കാരൻ പറയും, എടി അന്ന് ആ ചോറ് എടുത്ത് വെച്ചാക്കെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം കാണിച്ചത് എന്തിനാണ്? എഴുന്നേൽപ്പിച്ച് ചോറ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് വേണം അത് കഴിച്ചിട്ട് ഇവന് പോവാൻ. അവന് തന്നെ എടുത്തിട്ട് കഴിച്ചിട്ട് പോവാനുള്ള സ്നേഹം ഹൃദയത്തിലില്ല. മനസ്സിലായോ? സ്നേഹം കാണിച്ചത് പോലും എന്തിനാണ്? കപടതയാണ്. ജീവിതവുമായി, ജീവിത യാഥാർത്ഥ്യവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ പറയാണ്. ഇനി അത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഈശോയെ എന്ന് വിളിച്ചത് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ ആശ്വസിപ്പിക്കാനുള്ള ഭയങ്കരമായ തീക്ഷ്ണതയുള്ളതുകൊണ്ടാണോ? ഹല്ലേലൂയ. അതാണ് അമ്മ ത്രേസ്യ വേദനിപ്പിച്ചത്. അതാണ് അമ്മ ത്രേസ്യ പറയുകയാണ്, മനുഷ്യന്റെ പാപവും തണുപ്പൻ മനോഭാവവും മൂലം ഈശോയുടെ ഹൃദയം വേദനിക്കുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ ആ പെൺകുട്ടി, അവളുടെ ഹൃദയം വേദനിച്ചു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഭർത്താവ് വന്ന് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോ അവള് വിചാരിച്ചു ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അപ്പോഴാണ് അവൾ ഉണർന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോ അവൻ പറയുന്നു, എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി, എന്റെ ബാഗ് എടുത്തു വെച്ചാക്ക്, എന്റെ ചോറ് എടുത്തു വെച്ചാക്ക്, എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു വെച്ചാക്ക്. യെസ്, സ്ഥിരതയില്ലാത്ത സ്നേഹം. ഹോസിയായുടെ പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഹോസിയ 6:4 വായിക്കാം. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രൈം, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആരോപണമാണ്. നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ദൈവത്തിന്റെ ആരോപണം നമ്മൾ പറയാൻ, നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. മനുഷ്യന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആരോപണമാണ്. എന്താണ് പ്രഭാതമേഘം? മേഘം എങ്ങനെയുണ്ട്? ഒരിത്തിരി വെയിൽ വന്ന മേഘം ഇല്ല. നമ്മുടെ ദൈവസ്നേഹം ഇങ്ങനെയുണ്ട്. ഒരിത്തിരി പ്രശ്നം വന്നാൽ ഒരുകിപ്പോയി. അതാണ് പ്രഭാതമേഘം. മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി. കാലത്ത് എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ പുൽനാമ്പുകളിൽ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്, അല്ലേ? ഒരു പ്രപഞ്ചം മുഴുവൻ ആ മഞ്ഞുതുള്ളിയിലുണ്ട്. ഒരിത്തിരി വെയിൽ വന്നപ്പോ, ഒരു ചെറിയ കാറ്റടിച്ചപ്പോ മഞ്ഞുതുള്ളിയില്ല. അതുപോലെയാണ് നമ്മുടെ സ്നേഹമെന്ന് ദൈവം ആരോപണം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്ന ഹൃദയമാണ്. അത് മാത്രം പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്ന ഹൃദയമാണ്. നമ്മുടെ ഹൃദയവും എങ്ങനെയുള്ള ഹൃദയമാണ്? വേദനിക്കുന്ന ഹൃദയമാണ്. ഈശോയുടെ ഹൃദയം വേദനിച്ചതിന്റെ ഏതാനും ഭാഗങ്ങൾ വചനത്തിലുണ്ട്. ചില ആളുകൾക്ക് വിഷമം തോന്നാം, ഈശോ വേദനിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇന്ന് വന്നത്? കേൾക്കണം, കേട്ടിട്ട് പോയാൽ മതി. കേട്ടിട്ട് കല്യാണക്കുറിയും കാണിച്ചു പോയാൽ മതി. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങൾ ഈശോയുടെ വിലാപമാണ്. എന്താണ് വിലപിക്കുന്നത്? അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിന്റെ മാർഗങ്ങൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്നെ ഞെരുക്കുകയും ചെയ്യും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കാൻ
നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിന്റെ ദിനം നീ അറിഞ്ഞില്ല. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നത് നീ അറിഞ്ഞില്ല. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ ആ ദൈവത്തിന് വേണ്ടി നീ വാതില് തുറന്നു കൊടുത്തില്ല. അതാണ് ദൈവത്തിന്റെ ആരോപണം. കർത്താവ് കരയാനുള്ള കാരണം നീ കർത്താവിന് വേണ്ടി വാതില് തുറന്നു കൊടുത്തില്ല. ഒരു ഭർത്താവ് വാതിലില് മുട്ടി ഭാര്യയോട് പറഞ്ഞു, എടീ വാതില് തുറക്കെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, എനിക്ക് മനസ്സില്ല, താൻ എവിടെയെങ്കിലും പോയിക്കോന്നു. ഭർത്താവ് ഒരു സ്ഥലത്ത് പോയത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഭർത്താവ് ഒരു വിരുന്നിന് പോയി. ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോകരുത്, പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഭർത്താവിന് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവിന്റെ പെങ്ങളുടെ അവൾ വീട്ടിലാണ്. ഇവര് തമ്മിൽ കുറച്ച് വഴക്കുള്ളത് കൊണ്ടും സൗന്ദര്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും പറഞ്ഞ് എന്നെ വിളിക്കേണ്ട, താനും പോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവ് പോയി. ആഘോഷം, ഇവള് പോയില്ല. ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവൾ വാതില് തുറന്നില്ല. ആ രാത്രിയിൽ അവൻ മുറ്റത്ത് കിടന്നു. അവിടെ തന്നെ കിടന്നു, വരാന്തയിൽ കിടന്നു. പിറ്റേ ദിവസം അവൻ പറഞ്ഞു, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം. രണ്ടുപേരും പിരിഞ്ഞു. വാതില് തുറന്നു കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിൽ, മനുഷ്യ ബന്ധങ്ങളിൽ എന്തു ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നീ വാതില് തുറന്നു കൊടുക്ക്. അകത്തിരിക്കട്ടെ, അകത്തിരുന്ന് സംസാരിക്കട്ടെ. പ്രശ്നങ്ങൾ പറ, വേദന പറ, സങ്കടം പറ. രണ്ടുപേരും വാതില് തുറന്നു കൊടുത്തില്ല. എത്രയോ സംഭവങ്ങൾ, എത്രയോ വാതില് തുറന്നു കൊടുക്കാത്തതിന്റെ എത്രയോ സംഭവങ്ങൾ. മാതാപിതാക്കള് മക്കൾക്ക് വാതില് തുറന്നു കൊടുത്തില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വാതില് തുറന്നു കൊടുത്തു, പുറത്താക്കിയിട്ട് വാതിലടച്ചു. ഈശോ പറയുകയാണ്, എന്റെ സന്ദർശനത്തിന്റെ ദിനം നീ അറിഞ്ഞില്ല. ഞാൻ പുറത്തു വന്ന് നിന്നത് നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ സ്വീകരിച്ചില്ല എന്നാണ് അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു അച്ഛൻ കേട്ടു, ഒരു കുടുംബത്തില് വികാരിയച്ഛന്റെ അടുത്ത ഒരാളും കൂടെ ഒരു വീട്ടില് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുണ്ടായിരുന്നവര്, ഈ അച്ഛൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ, അവര് ഈ വൈദികനെ അകത്ത് കയറ്റുന്നതിന് ജനല് തുറന്നിട്ട് കുറെ നേരം ബെല്ലടിച്ചിട്ടാണ് ജനല് തുറന്നിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. സംസാരിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. സൗകര്യമില്ലാന്ന് പറഞ്ഞു, വാതിലടച്ചു. അച്ഛൻ കുറച്ചു നേരം, ഒരു 15-10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പുറത്ത് നിന്നിട്ട് തിരിച്ചുപോയി. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, സന്ദർശനത്തിന്റെ ദിനം നീ, കർത്താവ് കരയുകയാണ്, മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. ഇതുപോലെ പലവട്ടം അല്ലേ അച്ഛനെ അകത്ത് കയറ്റാതെ സൗകര്യമില്ല എന്ന് പറഞ്ഞു വിട്ടത്. ആ കഥ കേട്ടപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നി. പ്രിയപ്പെട്ടവരെ, അത് എന്റെ കഥയാണ്, നമ്മുടെ കഥയാണ്. എത്രയോ വട്ടമാണ് ഈശോയെ നമ്മൾ അകത്ത് കയറ്റാതെ, ഇപ്പോ അകത്ത് കയറ്റാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈശോയെ മടക്കി വിട്ടിട്ടുള്ളതെന്നോർത്തേ. നമ്മുടെ ഹൃദയത്തിന്റെ ഭവനത്തിൽ കയറാൻ കഴിയാതെ ഈശോ പുറത്ത് കാത്തുനിന്ന് മടുത്തു മടങ്ങിപ്പോയത് എത്രയോ വട്ടമാണ്. നമ്മൾ പാപത്തിന്റെ വാതിലുകൾ ഇങ്ങനെ ചങ്ങലകൾ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കർത്താവിനെ കേറ്റാത്ത ഹൃദയം, അനുതപിക്കാത്ത ഹൃദയം, പാപമേറ്റു പറയാൻ തയ്യാറാകാത്ത ഹൃദയം. ഇനി കർത്താവ് കരയുന്ന മറ്റൊരു ഭാഗമാണ്, അതേ കോണ്ടസ്റ്റ് ആണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ.
ജെറൂസലേം ജെറൂസലേം, മത്തായിയുടെ സുവിശേഷം 23, 37, 38. ജെറൂസലേം ജെറൂസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായിരിക്കുന്നു. നിന്നെ സ്നേഹിക്കാൻ നീ എന്നെ അനുവദിച്ചില്ല, നിനക്ക് നന്മ ചെയ്യാൻ നീ എന്നെ അനുവദിച്ചില്ല. നീ എന്നോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മക്കൾ പറയാറുണ്ട്, മാതാവ് ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ മാറ്റി നിർത്തുന്ന ചില മനുഷ്യര്. അപ്പോൾ അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. മറ്റൊരു വചനഭാഗമാണ്, തന്നെ ശിഷ്യന്മാർ ഉപേക്ഷിച്ചു പോയൊരു സമയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ഉം 67-ഉം തിരുവചനങ്ങൾ. യോഹന്നാൻ 6, 66, 67. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മെ വിട്ടുപോകുമ്പോ നമുക്ക് എന്ത് തോന്നും? സങ്കടം തോന്നും, വിഷമം തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൗഹൃദം ബ്രേക്കപ്പ് ആവുമ്പോ എന്ത് തോന്നും? സങ്കടം തോന്നും. അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഈശോയെ പലരും വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല. അപ്പോ ഈ സങ്കടത്തിൽ ഇരിക്കുന്ന ഈശോ ഈ സങ്കടം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? അതാണ് തുടർന്ന് എഴുതിയിരിക്കുന്നത്. 12 പേര് ഇങ്ങനെ 2000-3000 പേരുണ്ടായിരുന്നു, എല്ലാവരും പോയി. ബാക്കി 12 പേരുള്ളൂ. അവരോട് ഈശോ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ആ ചോദ്യം എവിടെ നിന്ന് വരുന്ന ചോദ്യമാണ്? വേദനയിൽ നിന്ന് വരുന്ന. പോയതിനെ കുറിച്ച് അവരൊക്കെ പോയല്ലേ, സന്തോഷം, പോട്ടെ, നിങ്ങൾക്കും പോണം, പൊയ്ക്കോ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ആ ചോദ്യം. അതൊരു സങ്കടത്തിന്റെ ചോദ്യമാണ്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഒരു കുടുംബത്തില് ഒരപ്പൻ തളർന്ന് ചാരുകസേരയിൽ കിടക്കാണ്. കാരണം മൂത്ത മകള്, കൂടുതൽ കഥ പറയുന്നില്ല, മൂത്ത മകള് കണ്ണി കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിന്റെ വേദനയില് അപ്പൻ ഇങ്ങനെ തളർന്ന് നേരെ തല പൊക്കാൻ പറ്റാതെ അപ്പൻ വരാന്തയില്, അല്ലെങ്കിൽ സ്വീകരണ മുറിയില്, ഇപ്പൊ വരാന്ത ഇല്ലല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. അമ്മ അടുക്കളയില് തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇളയ മകള് ഫോണും വിളിച്ചോണ്ട് ചുമച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അപ്പൻ ചോദിച്ചു, എന്താടി നിനക്കും പോണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എവിടെ നിന്ന് വരുന്ന ചോദ്യമാണ്? മുറിവേറ്റ് പിടഞ്ഞു കിടക്കുന്ന ചങ്കിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. എന്താടി നിനക്കും പോണോന്ന്? അതുപോലെ പാരലലായിട്ട് കണ്ടാ മതി. എല്ലാവരും വിട്ടുപോയതിന്റെ വേദന, അതായത് ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈശോയെ വിട്ടുപോവുക എന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ വിലയിൽ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ജീവിതാവസാനം വരെ ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഒരു ചുവടകന്നു പോയാൽ, ഒരു കൈദൂരം അകന്നു പോയാൽ, ഒരു കല്ലേറ് ദൂരം നമ്മൾ അകന്നു പോയാൽ അത് ഈശോയുടെ ഹൃദയം വേദനിപ്പിക്കുന്നു. മനസ്സിൽ കുറിച്ചു വെക്കാം. നമ്മൾ മാരകമായ പാപങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല അവിടുത്തെ വേദനിപ്പിക്കുന്നത്, നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഒരു കയ്യേറ് ദൂരം. നമ്മൾ ചിലപ്പോൾ ഇത്തിരി അകലമൊക്കെ സൂക്ഷിക്കുന്നതാണ് ഇനി നല്ലത്, ഇത്തിരി അകന്നൊക്കെ കഴിയുന്നതാണ് നല്ലത്, പ്രാർത്ഥനയൊക്കെ ഇത്തിരി കുറക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ അകലം ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അമ്മ ത്രേസ്യയ്ക്ക് മനസ്സിലായി.
അമ്മ ത്രേസ്യയെ സ്നേഹിക്കുന്ന നമുക്കും അത് മനസ്സിലാവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ തുടരും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഈശോയുടെ ഹൃദയം. എങ്ങനെ ഈശോയുടെ ഹൃദയത്തിന് വേദന ഉണ്ടാവും? നമ്മുടെ പാപങ്ങളും തണുപ്പൻ പ്രതികരണവും ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അതിന് പരിഹാരമുണ്ടാകണം, അതിന് പ്രതിവിധി ഉണ്ടാകണം. അതിനെങ്ങനെ പരിഹാരം ചെയ്ത് ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാം? അതിന്റെ വഴികളാണ് അമ്മ ത്രേസ്യ അന്വേഷിച്ചത്. അതിന്റെ അന്വേഷിച്ച ആ വഴികൾക്കുള്ള ഉത്തരങ്ങളാണ് അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ അമ്മ ത്രേസ്യ കണ്ടെത്തിയത്, അമ്മ ത്രേസ്യക്ക് ഈശോ നൽകിയത്. അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെ ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാം. നല്ലൊരു സ്നേഹിതനായി, നല്ലൊരു സ്നേഹിതയായി തീർന്നുകൊണ്ട് എങ്ങനെ ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാം നമ്മൾ വരുന്ന ആഴ്ചകളിലൊക്കെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യും. അങ്ങനെ പഠിച്ച് നമ്മൾ ഈശോയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആഴപ്പെടും. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ, പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടക്കം.